അപ്പോൾ ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാട്ടോ. അവക്കാഡോ ഞാൻ കഴിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു. ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാട്ടോ എനിക്കിഷ്ടപ്പെട്ടോന്നേ. ഇങ്ങോട്ട് രാവിലെ നല്ല പെരും മഴയാട്ടോ, നല്ല അടിപൊളി മഴ. അപ്പോൾ തക്കുടും ഞാനും കൂടെ തന്നെ മഴ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണേ. അപ്പം നിന്നോ. അയ്യോ, രാവിലെ ഇങ്ങോട്ട് നല്ല പെരും മഴയാട്ടോ. അന്ന് ഞാൻ കാണിച്ചു തന്ന സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഇതെൻ്റെ വലുതായി ഈ പരുവായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല മഴ, കാറ്റ്. പൊന്നിനാണെ മഴ കണ്ടിട്ട് വേണ്ട ഇങ്ങോട്ട് ഇറങ്ങി കളിക്കാത്തതുകൊണ്ട് ഭയങ്കര സങ്കടം കേട്ടോ. അവളോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞതിൻ്റെ വിഷമത്തിൽ വേണ്ട പിണങ്ങി അയിലയിലൊക്കെ മാറിപ്പോയി നിൽക്കുക. കളിക്കാൻ പോകണ്ട, അങ്ങോട്ട് ഇറക്കൂല ഞാൻ. നനിയും അപ്പം നനിയും എന്തൊക്കെയാ കാണിക്കണേന്നും പറഞ്ഞുകൊണ്ട് ഇതേണ്ട വെകിളി പിടിച്ച് നടക്കുമല്ലോ. അച്ഛനാന്നും പറഞ്ഞ് മുണ്ടൊക്കെ എടുത്ത് നടക്കണം കേട്ടോ കാണണേ. അപ്പം നനയും കുഞ്ഞേ. ഞാൻ അമ്മൂമ്മയോട് പറയട്ടെ, എങ്ങനെയുണ്ട് അമ്മൂമ്മ ഉണ്ടാക്കി തന്നെ അപ്പം? പൊന്നിൻ്റെ മുഖത്ത് കഴിഞ്ഞ ദിവസത്തെ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഒരു അലർജി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു കഴിഞ്ഞപ്പോൾ മരുന്ന് കഴിക്കണ്ടെന്നും പറഞ്ഞു അതിനെ സ്റ്റോപ്പാക്കാൻ പറഞ്ഞു. ഇപ്പോൾ കുറവുണ്ട് കേട്ടോ, മുഖത്തോടെ മറച്ചു ഇങ്ങനെ കുത്തുകുത്തു പോലെ വരുമായിരുന്നു. അച്ചാച്ച കടയിൽ പോവുകയാണോ തക്കുടു? അച്ചാച്ചയാന്നും പറഞ്ഞ കേട്ടോ മുണ്ടെടുത്തുകൊണ്ട് നടക്കുന്നേ. പുള്ളിക്ക് അങ്ങനെയാണ്, മുണ്ടെടുത്ത് കഴിഞ്ഞാൽ പുള്ളി അച്ഛനും, സാരി ഉടുത്ത് കഴിഞ്ഞാൽ അമ്മയും. തന്നെത്താനെ ഉള്ളത് കൊണ്ട് ഓരോരോ കളികളൊക്കെ തന്നെത്താനെ തന്നെ കണ്ടുപിടിക്കുന്ന കേട്ടോ. അവിടെ നിൽക്കരുത്, തെന്നി താഴോട്ട് വിടുക, അവിടെ ഫുള്ള് വെള്ളമാണ്. അപ്പം നിന്നിട്ട് പോകാം. ബാ കയറ്. ആ ഫോണിൽ ചേച്ചിമാർ മഴയത്ത് കളിക്കും, അത് കഴിയുമ്പോൾ അവർക്ക് പനിയൊക്കെ പിടിക്കുന്നേ. ഫോണിൽ കണ്ടു ചേച്ചിമാർ മഴയത്ത് കളിക്കുന്നേന്ന് പറയുന്നത്. അവിടെ അറ്റത്ത് പോയി നിൽക്കില്ലേ, വീഴുവേ. ഫോണിൽ ഓരോന്ന് കണ്ടിട്ട് പുള്ളിക്കും അതുപോലെ തന്നെ ചെയ്യണമെന്നാട്ടോ പറയുന്നത്. ആകെ കൂടെ കുറച്ച് നേരമൊക്കെ ഞാൻ കൊടുക്കുകയുള്ളൂ. ആ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ എന്തെങ്കിലും കണ്ടിട്ട് പുള്ളിക്ക് അതുപോലെ കാണിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ പരിപാടികൾ. അകത്ത് കയറിപ്പോൾ മതി, തണുപ്പല്ലേ. പിന്നെ നമ്മുടെ അവിടെ ഉള്ള അത്രയും മഞ്ഞൊന്നുമില്ല ഇങ്ങോട്ട്, പക്ഷെ ഭയങ്കര മഴ. അവിടെ കാണാനാക്കും മറ്റേ അടിമാലി കുമ്പമ്പാറ അവിടെയൊക്കെ കാണാനാട്ടോ കുറച്ചുകൂടെ ഭംഗി. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും മലകളൊക്കെ കൂടുതലുള്ളത് കാരണം ഇവിടെ ഇങ്ങനെ കുന്നൊക്കെ പോലത്തെ സ്ഥലമാണ്, പക്ഷെ മല കുറവാണ്. അതുകൊണ്ട് മഞ്ഞും കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ ഇതിലും ഭംഗിയുണ്ട്. മഴയായിട്ട് ഞങ്ങൾ മീമി പിടിക്കാൻ പോവാട്ടോ. മീമി, നമുക്ക് മീമി പിടിക്കാൻ തക്കടു. ആനേ, ഞങ്ങൾ മീമി പിടിക്കാൻ പോവാം. പൊന്നിന് കളിക്കാൻ കൂട്ടുകൂടാൻ ആരുമില്ല. അപ്പം ഞാൻ പറഞ്ഞു മീമി പിടിക്കാമെന്ന്. ഇതുണ്ടോ പൊന്നിൻ്റെ മീമി ആട്ടോ. ഞങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. എന്നാ ചൂണ്ട പിടിച്ചോ മീന്. മീമിനെ പിടിച്ചിട്ട് എന്നാ ചെയ്യണേ നമ്മളിന്ന്? കടി വെക്കാൻ പോവാനോ? ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കോട്ട് മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ. അവിടുന്ന് കിട്ടിയ കളിപ്പാട്ടമാണിത്. എന്നാ മേടിക്കണമെന്ന് പുള്ളി നോക്കി നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേണ്ടേ നേരെ ഇത് ഫ്രണ്ടിലിരിക്കുമായിരുന്നു. പിന്നെ ചോദ്യം പറിച്ചിട്ടൊന്നുമില്ലായിരുന്നു, എടുത്ത് കൈ പിടിച്ചു. അത് വേണമെന്നും പറഞ്ഞ് പിന്നെ വാശിയായിരുന്നു. എങ്ങനെയുണ്ട് മീമി കളിപ്പാട്ടം? ഇനി നമുക്ക് മീമി പിടിക്കാം. ഇതെന്നാ ചെയ്യുന്ന പൊന്ന്, കറി വയ്ക്കുമോ? ഇനിയും പിടിക്കുവാണോ? പിടിച്ചോ. മുറ്റത്തിറങ്ങി പോകണ്ട, മഴയല്ലേ. മീൻ പിടിച്ചു കഴിഞ്ഞോ? അയ്യോടാ, വെള്ളം എടുക്കല്ലേ. ഞാൻ കയറിപ്പോയി, ഞാൻ കളിക്കാൻ വരത്തില്ല, വെള്ളത്തിൽ പണതാ. ഇല്ല ഇല്ല ഇല്ല. എനിക്ക് കറി ഉണ്ടാക്കിത്താ, മീമിക്കറി. ഇന്ന് തക്കുടുവാ കേട്ടോ ഉച്ചയ്ക്ക് എനിക്ക് മീമിക്കറി വെച്ച് തരുന്നേ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തക്കുടുവിൻ്റെ ഏറെ കണ്ണമ്മാമനാണ്. അപ്പം ഇപ്പം അവന് കുറച്ച് റെസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അവളുടെ കൂടെ കളിക്കാൻ വന്ന കേട്ടോ. ഏത് നേരം പുള്ളിയുടെ കൂടെ കൂട്ടുകൂടി നടന്ന് അവളുടെ പനി എനിക്കും കൂടെ തന്നിട്ടുണ്ട്.
ഇത് എന്നെ കാണിക്കണേ. എനിക്ക് 2 മീമി വറുത്തും തന്നെ 2 മീമി കറിയും വെച്ച് തന്നെ. ഓക്കെ, എന്താ കാര്യം? ആരോട്? ഞാനിവിടെ എഡിറ്റ് ചെയ്യാനോ എന്തെങ്കിലും കാര്യത്തിന് ഇരിക്കുന്ന കണ്ട അപ്പ തക്കുടൂന് ലവ് ആന്നും പറഞ്ഞ് ഈ വരവാട്ടോ. എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ എന്നെ. പൊടി തക്കുടു. ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നത് നീ കണ്ടില്ലേ? ഇല്ലേ? പോയി മീമി പിടിച്ച് കളിച്ചോളാൻ പാടില്ലായിരുന്നു. എന്നോട് കൂട്ടുകൂടി നടന്ന് എനിക്കുള്ള വാവും എല്ലാം തരും. എന്നിട്ട് അവളുടെ വാവും എല്ലാം കളഞ്ഞിട്ട് അവൾ എന്നെ വാവുക്കാരിയാക്കും. ഇത് നല്ലതാണോ ഈ പരിപാടി? ഇത് നല്ല പരിപാടിയാണോ ഈ കാച്ചുന്നതിൻ്റെ അമ്മേ? എന്നതാ കാണിക്കുന്നേ? ഈ എടി എനിക്ക് വയ്യടി. തക്കുടൂനൊരു കൂട്ടുകൂടി ഇതാട്ടോ പണി. തക്കുടു കഴുത്തേന്ന് ഇറങ്ങത്തില്ല. ഇതുപോലെ എന്തെങ്കിലും കാണിച്ചോണ്ടിരിക്കും. എടി വിടറി. കള്ളന്മാര് ചിരിക്കുന്ന പോലെയാണ് ചിരിക്കുന്നത്. കള്ളച്ചിരിയാണല്ലോ, കള്ളച്ചിരി. അയ്യോ മേത്ത് കയറില്ലേ. ഇവളോട് കൂട്ടുകൂടാൻ കൊള്ളത്തില്ല ഇവളോട്. എന്താണ് പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേ? എന്നെ ഒരു പണി ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. എന്നെ പോയിട്ട് പെട്ടെന്ന് വരാനുള്ള കാരണം പുള്ളിക്ക് ഇവിടെ വന്നിട്ട് തണുപ്പങ്ങ് സഹിക്കാൻ പറ്റില്ല. അതായത് ഏത് നേരം എൻ്റെ പുറകെ വേണ്ട ഒരു പുതപ്പ് കൊടുത്തോണ്ട് ഇങ്ങനെ നടക്കുന്നേ. തപ്പുണ്ടോ? തപ്പ് അമ്മൂമ്മ വീട്ടിൽ തപ്പുണ്ടോ? ഇതിനേലും തണുപ്പാട്ടോ അവിടെ അപ്പുറം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും, ചേട്ടാടെ ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം സെറ്ററും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ചൂടെടുക്കും. അപ്പം അത് മാറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെയും തണുക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സെറ്റർ ഊരേണ്ട ആവശ്യമേ വരില്ല. അവിടെ ഈ 6ൻ്റെ ഒക്കെ സൈഡ് അടുത്തായിട്ട് വീട് വരുന്നത് കാരണം ഭയങ്കര തണുപ്പായിരിക്കുവേ. അപ്പം നമ്മുടെ തക്കുടു ഉറങ്ങിയേക്കുവാണ്. കല്ലോക്കം ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറയും. ഇച്ചിരി നേരം ഞങ്ങൾ തന്നെ ഉങ്ങിയിട്ട് വരാം. മണ്ണ് കുച്ചിട്ട് കാരണം ഞങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ട്. പറഞ്ഞേരെ. ക്ഷീണക്കാരിയാണോ ഈ ഇരിക്കുന്നേ? രാവിലെ തലമുടി ഉണ്ടാവാൻ വേണ്ടി എന്നൊക്കെ അപ്പാപ്പ തിന്നേന്ന് പറഞ്ഞേ. തലമുടി ഉണ്ടാകാൻ പുള്ളി ക്യാരറ്റ് തിന്നു എന്നാട്ടോ പറയുന്നേ. തലമുടി മുടി ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. അപ്പം അത് കാരണം ക്യാരറ്റ് തിന്ന തലമുടി ഉണ്ടാവും എന്നും പറഞ്ഞ് ഒരുപാട് ക്യാരറ്റ് തിന്നുന്നുണ്ട് ഞങ്ങൾ. അല്ല പിന്നെ ചോറുമാമ ഇന്നലെ പോകുന്ന വഴിക്ക് കക്ക മേടിച്ചോണ്ട് വന്നു. അപ്പം ഇന്ന് തക്കുടൂനുള്ള സ്പെഷ്യൽ കക്ക റോസ്റ്റ് ആട്ടോ. കക്ക ടോസ്റ്റ്. ഇപ്പൊ വെള്ളം എടുത്തോണ്ട് വാ. അയ്യോ രാവിലത്തെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് എന്നും പറഞ്ഞ് ഞാൻ കാണിച്ചില്ലായിരുന്നു. അവക്കാടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവക്കാടോ നോക്കി ഇരുന്ന് അമ്മച്ചിയോട് പറഞ്ഞ് പറിച്ച് വെച്ച് പഴുപ്പിച്ച് അത് കഴിക്കാൻ വേണ്ടി എടുത്തിട്ട് എൻ്റെ ദൈവമേ അത് എന്തോരു ചൊവയായിരുന്നു. ആദ്യമത്തെ 1-2 സ്പൂണൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നേ മതി, എനിക്ക് തീരെ പറ്റൂലാത്ത ചൊവയായിരുന്നു. എനിക്കങ്ങ് എന്തോ പോലെ മനം പറഞ്ഞു വരുമായിരുന്നു. തീരെ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കഴിച്ചില്ല. ആഗ്രഹം പറഞ്ഞ് പറപ്പിച്ച് വെച്ചതാണല്ലോ, ഇനി അമ്മയുടെ കയ്യിൽ നിന്ന് കേൾക്കണ്ടെന്ന് വിചാരിച്ചു 1-2 സ്പൂണൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ കഴിച്ചില്ല. ഇത് ചോറുണ്ടിട്ട് മാമൻ്റെ കൂടെ മര്യാദയ്ക്ക് പോയി ഇരുന്ന് കളിച്ചോണം. എന്നെ ശല്യം ചെയ്യരുത്. ഞാനിതെല്ലാം ചെയ്തിട്ട് വന്ന് പൊന്നോട് കൂട്ടുകൂടാൻ വരാം കേട്ടോ. ഒന്നാമത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തീരെ റേഞ്ച് കിട്ടൂല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവളുടെ ഒരുമാതിരി തല്ലിപ്പൊളി പരിപാടികൾ കാര്യങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. തല്ലിപ്പൊളി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞങ്ങൾ നല്ല കൊച്ചാണേ. നമ്മുടെ പൊന്ന് മിടുക്കിയല്ലേ, മിടുക്കി തക്കുടുമല്ലേ. തക്കുടു എന്നാ കഴിക്ക്. അത് ഇറക്ക് വായി കൂട്ടി വെക്കരുത്. ഞങ്ങൾ ചോറുമാമൊക്കെ തിന്നിട്ട് വരാമെന്ന് പറഞ്ഞേ. ടാറ്റ കൊടുത്തരുത്. തക്കുടുവിന് പുതിയ കുപ്പി മേടിച്ച് കഴിഞ്ഞപ്പോൾ തക്കുടുവിൻ്റെ കുപ്പി ഞാൻ അടിച്ചു മാറ്റിയിട്ടോ. എത്ര ദിവസത്തേക്ക് തരുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ കുപ്പി കിട്ടിയ പിന്നെ എൻ്റെ വെള്ളം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം 2 കുപ്പി വെള്ളമൊക്കെ ഞാൻ ഇതിന് കുടിക്കും. 1 ലിറ്ററിൻ്റെ കുപ്പിയല്ലേ.
2 കുപ്പിയൊക്കെ അത്യാവശ്യം ഞാൻ കുടിക്കും. നേരത്തെ ഒട്ടും ഞാൻ വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കാണ്ടിരുന്നിട്ട് കൈയുടെ ഉള്ളംകൈയിലൊക്കെ ഇതുപോലെ വര പോലെ വരുമായിരുന്നു. ഇത് വെള്ളം കുടിക്കാത്തതുകൊണ്ടായിരിക്കും. ഡീഹൈഡ്രേഷൻ്റെ ഒക്കെ തീരെ ഞാൻ വെള്ളം കുടിക്കില്ലായിരുന്നു. പക്ഷെ കുപ്പിക്ക് നല്ല പങ്കുണ്ട് നമ്മുടെ വെള്ളം കുടിയിൽ. എങ്ങനെയായാലും എനിക്ക് വെള്ളം കൂടി അത്യാവശ്യം നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. മഴക്കാലമാണെങ്കിലും നമ്മൾ വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ. എങ്ങനെയായാലും അവൾക്ക് കുപ്പി മേടിച്ചത് എനിക്ക് വെള്ളം കുടിക്കാനൊരു കാരണമായി. ഇവിടെ നല്ല ഉറക്കമായി കേട്ടോ. അപ്പം ഞാനും തക്കുടും കൂടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ദേണ്ട രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കുക കേട്ടോ. ഇനി നാളെ രാവിലെ കാണാവേ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ദേണ്ട ഇവിടെ തോട്ടിൽ വെള്ളം വന്നോന്ന് നോക്കാൻ പോവാട്ടോ. ഇവിടെ നമ്മളിപ്പോൾ താമസിക്കുന്ന അമ്മയൊക്കെ താമസിക്കുന്ന വീടിൻ്റെ അവിടെ അടുത്ത് തന്നെ തോടുണ്ട്. ഇപ്പോൾ രാവിലെ അമ്മ പറഞ്ഞ് 2-3 വലിയ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇവള് രാവിലെ തക്കുട് രാവിലെ പോയി കണ്ടു. അപ്പം എന്നെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോവാട്ടോ. കൈ വിട്ടില്ല, കയ്യിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വീഴും കുഞ്ഞെ. പുള്ളിക്ക് കയ്യെ പിടിക്കാനൊന്നും സമ്മതിക്കുകയില്ല. വേണ്ട നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇറങ്ങി ഇവിടെയൊക്കെ തെന്നി കിടക്കുവാണ്. എനിക്ക് പേടിയാണ്. അവൾക്കൊന്നും കുഴപ്പമില്ല. അവൾ വേണ്ടേ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾ പോണ പോലെ പോകുന്നുണ്ട്. എന്ത് വെള്ളച്ചാട്ടമോ? ഒത്തിരി വെള്ളം വന്നില്ല പൊന്നെ, ഇച്ചിരി അല്ലേ വെള്ളം വന്നുള്ളൂ. കുറച്ച് വെള്ളമാണ് വന്നുള്ളൂ. എൻ്റെ അടുത്ത് കാലിടണ്ട. കുറേ വെള്ളമായി കഴിയുമ്പോഴേ നമുക്ക് വന്നത് കൊട്ടാക്കാം. ഇത് വെള്ളം ഉണ്ടായല്ലേ ഉള്ളൂ. അത് ഇച്ചിരി വെള്ളമേ ഉള്ളൂ. ഇനി നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നിറച്ചും വെള്ളമാവും. അന്നേരം കാണും. വേണ്ട 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 വേണ്ട. ഞങ്ങൾക്ക് മഴയും വെയിലും ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. ഒരു ഇച്ചിരി വെട്ടം വെച്ച് കഴിഞ്ഞാൽ അപ്പം വരും എവിടുന്നേലും മണ്ണും വാരിക്കൊണ്ട് ഇതുപോലത്തെ പണി ഉണ്ടാക്കാനേ. ഞാൻ അവിടെ ഞങ്ങളുടെ വീട്ടിൽ സമ്മതിക്കാത്തത് കാരണമാണ് അമ്മമ്മ വീട്ടിൽ വരുമ്പോഴും അച്ഛൻ വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ സൈസ് പരിപാടി കാണിക്കുന്നത്. കേട്ടോ, ഇവിടെയാകുമ്പോൾ ഞാൻ വഴക്ക് പറയില്ലല്ലോ, അതുകൊണ്ട്. സൂര്യൻ ചേട്ടൻ പയ്യെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. ഇന്നിനി എങ്ങനെ മഴേനെ നേരിടാം എന്നായിരിക്കും കേട്ടോ. ഇത് കണ്ടോ ഒരു സാധനം ഇരിക്കുന്നത്. ഈ സാധനത്തിൻ്റെ അകത്ത് നിന്നാട്ടോ ഭയങ്കര സൗണ്ട് കേൾപ്പിക്കുന്ന ജീവി ഉണ്ടാകുന്നു. മറ്റേ ചീവിയുടെ ഞാൻ കഴിഞ്ഞ ദിവസം അക്വേറിയം ക്ലീൻ ചെയ്തപ്പോൾ കാണിച്ചു തന്നില്ലേ, ആ സാധനം ഇതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായി വരുന്നതാണ്. അത് തന്നെയാ, അത് ചീവിയുടെ. തക്കുട് രാവിലെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പഴം തിന്നുന്നു, പഴം. നിറച്ചും ചാമ്പങ്ങയൊക്കെ നിൽപ്പുണ്ട്. പക്ഷെ തിന്നാൻ കൊള്ളത്തില്ല. ഇതിൻ്റെ അകത്ത് പുഴുവായിരിക്കും, പുഴു. അമ്മ മിറ്റം അടിച്ചോണ്ട് പോകും. അവൾ അതിൻ്റെ പുറകെ പഴത്തൊലി പൊളിച്ചിട്ടോണ്ട് പോകും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര അടിയാ രാവിലെ ഇവിടെ. ഇത് കണ്ടോ കണ്ണിത്തുള്ളി. ഇതേണ്ട ഇവിടെ എനിക്കൊരു പട്ടിക്കുഞ്ഞുണ്ട് കേട്ടോ, കിറ്റി. അവൾ മഴയായിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞത് എൻ്റെ സുന്ദരിയായിട്ട് നിൽപ്പുണ്ടേ. ഇനി ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ. കിറ്റി പിന്നെ നീ നനഞ്ഞിരിക്കുക. എന്നാ പറയുന്നേ? കൂട്ടി കയറിപ്പോ, അവിടെ ചെളിയാ, ചെളി. കയറിപ്പോ. കൈ തരുന്നുണ്ടോ? കൈ ഒരു കൈ തരുന്നുണ്ടോ? ഒരു കൈ തരുന്നുണ്ടോന്ന് ഇല്ലേ? പോടി. അവൾ പിണങ്ങി നിൽക്കുക, പിണങ്ങി. ഞാനിപ്പോൾ വരുമ്പോൾ പുള്ളിക്കാരിനെ വലിയ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് പരാതി. കൂട്ടുണ്ടോ? കൂട്ടില്ലേ? കൂട്ടില്ലേ കിറ്റി? അയ്യോ, കിറ്റി എന്നെ അപമാനിച്ച് രാവിലെ. ഇതേൻ്റെ പുഴുവൊക്കെ വരാൻ തുടങ്ങി കേട്ടോ മഴയായിട്ട്. ഇത് കൂട്ടിപ്പോൾ ഒരു 3-4 എണ്ണത്തിനെ ഞാൻ രാവിലെ കണ്ടേ. വഴിയിൽ കാണിച്ചില്ലേന്ന്? ഓ, എടുത്ത വീഡിയോ കാണിച്ചു തന്നില്ലെന്നാ? കാണിച്ചു തരാം കേട്ടോ. അതിനെന്തൊരു പിണക്കമാന്ന് നോക്കിയേ. തൊട്ടാ ഞങ്ങൾ പിണങ്ങും കേട്ടോ. എന്നെ തക്കടു. നമ്മളെവിടെ പോവാ തക്കടു? ഇനി അച്ഛൻ വീട്ടിൽ. അച്ഛൻ വീട്ടിൽ. ഞാൻ അച്ഛൻ വീട്ടിലാണ് പോണം. അച്ഛൻ വീട്ടിൽ
അന്ന് അവൾ അവളുടെ അമ്മിനെ വീട്ടിൽ പോവാട്ടോ. അച്ഛമ്മേനെ വിളിക്കുന്ന പേരാട്ടോ അമ്മിന. ബാ നമുക്ക് പോവാം ബാ. അത് ഇടത്തില്ല, ആ സെറ്ററിൻ്റേത്. അയ്യോ എന്നാ തണുപ്പാണോ. ബാ ബ്ലൂടൂത്ത്. കൊച്ചച്ചയും മോളും കൂടെ മിഠായി മേടിക്കാൻ പോയിരിക്കുന്നു. പോടിയൊന്ന് പോടി. എന്നെ ഇവള് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. ഓടി നമുക്ക് ഉറങ്ങാം. കുനാറ്റ്. എനിക്ക് ഉറങ്ങാൻ പാട്ട് പാടുത്താ തക്കുടു. പാട്ട് പാടുത്താ ഉറങ്ങണ്ടേ. എന്നാ പാട്ടാണോ, ഇങ്ങനെയാണോ പാട്ട് പാടിത്തരുന്നത്? ഞാനിങ്ങനെയല്ല പാട്ട് പാടിത്തരുന്നത്. പപ്പിയുടെ കൂടെ ചെല്ലുന്നുണ്ടോന്ന്. ഗുഡ് നൈറ്റ്.